ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ഞായറാഴ്ച ആഗോള ദരിദ്രർക്ക് വേണ്ടിയുള്ള ദിനാചരണം. ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു. ആ കരുണയുടെ വർഷത്തിന്റെ സമാപനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് 2016 പ്രഖ്യാപിച്ചു. 2017 ആദ്യത്തെ ഇങ്ങനെ ഈ ദരിദ്രർക്ക് വേണ്ടിയുള്ള ദിനാചരണം ആരംഭിച്ചത്. ഇത് 9-ാമത്തെ വർഷമാണ് നമ്മളിത് ആചരിക്കുന്നത്. ഓരോ വർഷവും പാപ്പ ഇതിനു വേണ്ടിയുള്ള പ്രബോധനങ്ങൾ നൽകുന്നത് പതിവുണ്ടായിരുന്നു. ഈ 33-ാമത്തെ ഞായറാഴ്ച 33 വയസ്സിൽ ഈശോ പരസ്യജീവിതം പൂർത്തീകരിച്ച് മരണത്തിലേക്ക് പോകുന്നു എന്ന രീതിയിൽ 33 ആണ്ടുവട്ടത്തിലെ 33 ഞായറാഴ്ചയാണ് നമുക്കുള്ളത്. 34-ാമത്തെ ഞായറാഴ്ച ക്രിസ്തു രാജന്റെ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു. 33-ാമത്തെ അവസാനത്തെ ഞായറാഴ്ച ഈ ഈശോ പരസ്യജീവിതത്തിൽ ജനങ്ങളോടൊപ്പം ദരിദ്രർക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിച്ച് അവരോടൊപ്പം ആയിരുന്നതിന്റെ ഓർമ്മയായിട്ടാണ് 33-ാമത്തെ ഞായറാഴ്ച നമ്മൾ ദരിദ്ര ദിനാചരണം ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ആഹ്വാനം ലിയോ പാപ്പ നൽകുകയുണ്ടായി. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 13, 2025 ജൂൺ 13 പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാളിനാണ് ഈ ഒരു സന്ദേശം, മെസ്സേജ് ഓഫ് ദ ഹോളി ഫാദർ ഫോർ ദ 9th വേൾഡ് ഡേ ഓഫ് ദ പുവർ, 9ാമത് ലോക ദരിദ്രർക്ക് വേണ്ടിയുള്ള ദിനത്തിനായിട്ട് പാപ്പ നൽകിയ സന്ദേശം. അത് ഒപ്പുവെച്ചിരിക്കുന്നത്, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂൺ 13 ജൂൺ 13 പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാളാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ദരിദ്രർക്ക് വേണ്ടിയുള്ള പങ്കുവെപ്പിന്റെ വിശുദ്ധരൊക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരുപാട് വിശുദ്ധർ നമ്മൾ പറയാറുണ്ട്. അസീസിലെ ഫ്രാൻസിസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി. പിന്നെ കൽക്കട്ടയിലെ മദർ തെരേസ ഉണ്ട്, ഡാമിയൻ ഉണ്ട്, വിൻസെന്റ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അനേക വിശുദ്ധർ, നമുക്ക് പാദ്രിപ്പിയോണ്ട് ഒരു ആശുപത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല വിശുദ്ധരും നമുക്ക് ഈ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെട്ട വിശുദ്ധനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് പല തരത്തിൽ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെട്ടവർ. നമ്മൾ ഈശോ ഇങ്ങനെ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന കാരുണ്യ പ്രവൃത്തിയുടെ, വിശന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു, ദാഹിച്ചവർക്ക് കുടിക്കാൻ കൊടുത്തു, നഗ്നനെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റിലെ വിശുദ്ധ മാർട്ടിൻ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തിരുനാൾ ആഘോഷിച്ചതേ നഗ്നനെ ഉടുപ്പിച്ചു എന്ന് പറയുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാരാഗ്രഹത്തിലായിരുന്നവരെ സന്ദർശിച്ചു എന്ന് പറയുന്ന മാക്സിമിലിയൻ മരിയ കോൾബെ, മറ്റു നമുക്ക് സെബസ്ത്യാനോസ് ഉൾപ്പെടെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്ത കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെട്ട വ്യത്യസ്തരായിട്ടുള്ള അനേകം വിശുദ്ധർ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലുണ്ട്. എന്താണ് നമ്മൾ ഓർക്കേണ്ട നമ്മുടെ അന്തോനീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അന്തോനീസിന്റെ അപ്പം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അന്തോനീസിന്റെ അപ്പം, ബ്രെഡ് ഓഫ് സെന്റ് ആന്റണി, അത് ലോകത്തെല്ലായിടത്തും അന്തോനീസിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ കുരിശടികൾ, പള്ളികൾ, ആശ്രമങ്ങൾ, ഇവിടെയൊക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു ഈ അന്തോനീസിന്റെ അപ്പം. എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൊട്ട ഇങ്ങനെ ആശ്രമത്തിന് മുമ്പിൽ വെച്ച് ആൾക്കാരുടെ അരികിലോ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ അന്തോനീസിന്റെ അപ്പം എന്ന് പറയുന്നത് അന്തോനീസ് തന്നെ കൂടെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഒരു പക്ഷെ കണ്ടുണ്ടാവും. ഈ ഇതില് നമുക്ക് ദരിദ്രർക്കായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹമുള്ള റൊട്ടി, ഈ ബ്രെഡ് കൊണ്ട് അതിനകത്ത് വെക്കാം. ഏറ്റവും അത്യാവശ്യക്കാരന് ആരോടും ചോദിക്കാതെ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി ഭക്ഷിക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു കോമൺ ഈ ബാസ്ക്കറ്റ് ബ്രെഡ് എന്ന് പറയുന്നതായിരുന്നു ഈ അന്തോനീസിന്റെ അപ്പവും അപ്പത്തിന്റെ കൂടെയും എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. നമ്മളുടെ യഥാർത്ഥത്തിൽ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് നേർച്ചയായിട്ട് കൊടുക്കുന്നതായിട്ട് കാണും. സത്യത്തിൽ ഈ ഒരു നേർച്ചയായി അത് പരിണമിച്ചത് സത്യത്തിൽ ഒന്നും കഴിക്കാനില്ലാത്തതിന് വേണ്ടി, പട്ടിണി കിടക്കുന്നതിന് വേണ്ടിയുള്ള പങ്കുവെപ്പിന്റെ സംഭവമാണ് പിന്നീട് നേർച്ചയായിട്ടൊക്കെ മാറുന്നത്. ഞാനത് പറയാൻ കാരണം, ഈ ദരിദ്രർക്ക് വേണ്ടിയുള്ള പങ്കുവെപ്പായിരുന്നു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാവർക്കും എല്ലാം, സോഷ്യലിസം എന്ന് നമ്മൾ പറയാനുള്ള സംഭവം പോലെ നമുക്കുള്ളതൊക്കെ എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ചു കൊടുക്കുക. സത്യത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹം
അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് കർത്താവിന്റെ അന്ത്യത്താഴത്തിനെ അനുസ്മരിക്കുന്ന ദിവ്യബലിയായിട്ട് ആചരിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. എല്ലാ മനുഷ്യർക്കും, പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കൂട്ടായ്മയും അപ്പം മുറിക്കൽ ശുശ്രൂഷയൊക്കെ തുടങ്ങിയത്, കുർബാനയുടെ ആദിമം. പക്ഷെ ഇതെല്ലാം പിന്നീട് ആചാരങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ്. ആചാരങ്ങളുടെ അർത്ഥത്തിലേക്ക് നമ്മൾ വളരുന്നില്ല, ആചാരങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി. ഇതാണ് ഈ അന്തോനീസിന്റെ അപ്പം നേർച്ചയായി പോയി എന്ന് പറയുമ്പോഴാണെങ്കിലും സാക്ഷാൽ ദിവ്യബലി അതിനകത്ത് പങ്കുവെപ്പില്ലാതായി പോകുന്നതിന്റെ അർത്ഥമാക്കുന്നത്. നമ്മൾ ഈ സത്യത്തിൽ ദിവ്യബലിയുടെ മധ്യേ സ്വീകരിക്കുന്ന കാഴ്ച സമർപ്പണം, സ്തോത്രക്കാഴ്ചയല്ല, സ്തോത്രക്കാഴ്ച പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള, പക്ഷെ കാഴ്ചവെപ്പ് എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ അത് എൻറ്റയർലി അത് ദരിദ്രന് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. സത്യത്തിൽ ഒരു പള്ളി തീരുമാനിച്ചാൽ ആ പ്രദേശത്തെ പട്ടിണി മാറ്റാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. പക്ഷെ ആ പള്ളിയിലെ വിശ്വാസികൾ ഒരുപോലെ, ആ വൈദികനും ഒക്കെ ഒരുപോലെ തീരുമാനിച്ചുറപ്പിക്കണം. അപ്പോൾ ഒരു സാധാരണ പള്ളിയുടെ കാര്യം അതാണെങ്കിൽ പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം വിചാരിക്കുകയാണെങ്കിൽ ഒരു ജില്ലയിലെ മൊത്തം പട്ടിണി മാറ്റാൻ സിമ്പിളായിട്ട് പറ്റും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഈ ദരിദ്ര ദിനാചരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യുക്കാറ്റ് ഇറങ്ങിയ ശേഷം പിന്നീട് വന്നതാണ് ഡൂക്കാറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ധാർമ്മിക വശം, നമ്മൾ ജീവിക്കേണ്ട വിശ്വാസം ജീവിക്കാനായിട്ട് എന്ത് ചെയ്യണം, കാരുണ്യപ്രവൃത്തിയിൽപ്പെടണം എന്നുള്ളതാണ്. വിശ്വാസം ജീവിക്കേണ്ടത് അങ്ങനെയാണ്, കാരുണ്യപ്രവൃത്തിയിലൂടെയാണ്. നമ്മുടെ ഈ ഒരു മെസ്സേജ് പാപ്പ നൽകിയപ്പോ അതിനൊരു 6 ഖണ്ഡികകളാണുള്ളത്. ഈ 6 ഖണ്ഡികളിലുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഒന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് പ്രത്യാശ ദൈവ സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണം. എന്നിട്ട് പാപ്പ ഇതിന്റെ ഒരു ആപ്തവാക്യമായിട്ട് പറയുന്ന യു ആർ മൈ ഹോപ്പ്, സങ്കീർത്തനങ്ങൾ 71:5. സങ്കീർത്തനം 71:5. അതില് ആ വാക്യം എങ്ങനെയാണ്, കർത്താവെ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതലേ അങ്ങിലാണ് ഞാൻ ആശ്രയം അർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ആ വരി. അതിനകത്ത് നിന്നും നീ അങ്ങാണ് എൻ്റെ പ്രത്യാശ, യു ആർ മൈ ഹോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യമാണ് ആപ്തവാക്യമായിട്ട് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദരിദ്രനായ ഏതൊരാളും നമ്മളെ നോക്കിക്കൊണ്ട് നീയാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന് പറയുമ്പോൾ അവന്റെ പ്രത്യാശയ്ക്കൊത്ത രീതിയിൽ പ്രതികരിക്കാൻ സാധിച്ചാൽ, കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അവന്റെ കണ്ണിൽ ദൈവമായി നമ്മൾ മാറുകയാണ്. നമ്മൾ മുമ്പ് ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്, കാരുണ്യപ്രവൃത്തി എന്ന് പറയപ്പെടുന്ന പുണ്യത്തിനുള്ള പ്രത്യേകത നൽകുന്നവനും സ്വീകരിക്കുന്നവനും ദൈവത്തിന്റെ മുഖമുണ്ടാകുന്നുള്ളതാണ്. അതായത് ഒരാള് കൈ നീട്ടി എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ നോക്കിയാൽ നമ്മൾ അയാളെ സഹായിക്കേണ്ടത് മത്തായി 25-ാം അധ്യായം അനുസരിച്ച് അവനിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് വേണം നമ്മൾ സഹായിക്കാൻ. അപ്പം ഈ നൽകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൈനീട്ടി നിൽക്കുന്നത് ക്രിസ്തുവാണ്. ഇനി കൈനീട്ടി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അത്യാവശ്യ സന്ദർഭത്തിന് അയാളുടെ ജീവിതത്തിലേക്ക് സഹായവുമായിട്ട് കടന്നിരുന്ന ആൾ അയാളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്. അയാൾക്ക് നമ്മൾ ദൈവമാണ്. നമുക്കിങ്ങനെ പട്ടിണി കിടന്ന് വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന മക്കൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, വിശന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഭക്ഷണപ്പൊതിയുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ദൈവം അല്ലാതെ വേറെ ആരാ? അപ്പൊ നൽകുന്നവനും സ്വീകരിക്കുന്നവനും ദൈവത്തിന്റെ മുഖം ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് കാരുണ്യപ്രവൃത്തിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യു ആർ മൈ ഹോപ്പ്. ഓരോ ദരിദ്രനും നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയുണ്ട്. ഇയാൾ എന്നെ സഹായിച്ച അയാളിലാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശ പൂവണിയത്തക്ക രീതിയിൽ അയാൾ എൻ്റെ ദൈവമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ബാക്കി ഇത് പറയുന്നത് ഇങ്ങനെയാണ്, ദരിദ്ര പ്രത്യാശയുടെ യഥാർത്ഥ സാക്ഷികൾ, ട്രൂ വിറ്റ്നസ് എന്ന് പറയുന്നത്, അവർക്കാണ് യഥാർത്ഥ പ്രത്യാശ ഉള്ളത്. ഈ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രത്യാശയുള്ളത്. ആ പ്രത്യാശ എന്ന പുണ്യത്തിൽ നിലനിൽക്കാൻ പറ്റുന്ന അവർക്ക്. അപ്പൊ അത് അവർ പ്രത്യാശയുടെ സാക്ഷികളാണെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പ്രത്യാശ എങ്ങനെ പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ആ മെസ്സേജിനകത്ത് ലിയോ പാപ്പ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട, ദൈവത്തെ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. എങ്ങനെയാണ് ദൈവത്തിനെ നമുക്ക് അറിയിക്കാൻ സാധിക്കാം? ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ദൈവികമായ ഇടപെടലുകൾ നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അയാൾ ദൈവത്തെ അറിഞ്ഞു. അയാളുടെ ദാരിദ്ര്യം മാറി, അയാളുടെ പട്ടിണി മാറി, അയാളുടെ വിശപ്പ് മാറി എന്നുള്ളതല്ല, അയാൾ ദൈവത്തെ അറിഞ്ഞു. അപ്പൊ ദൈവത്തെ അറിയുന്നു എന്ന രീതിയിൽ അയാളുടെ പ്രത്യാശ പൂർണ്ണീയത്തെ ക്രിയയിൽ അയാൾക്ക് ഇടപെടാൻ സാധിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലൂടെ. ദൈവത്തെ അറിയുന്നില്ല എന്നാണ് യഥാർത്ഥ ദാരിദ്ര്യം. അവന് നൽകുന്ന കാരുണ്യപ്രവൃത്തിയിലൂടെ അവനെ ദൈവത്തെ അറിയാൻ പറ്റുന്നൊരു പരുവത്തിലേക്ക് അവനെ സഹായിക്കണം എന്നുള്ളതാണ്. നാലാമത്തത് പറയുന്നത് എങ്ങനെയാണ്, ക്രിസ്തീയ പ്രത്യാശ കാരുണ്യത്തിനുള്ള ചലനശക്തിയാണ്.
ഒരു മൂവിങ് ഫോഴ്സ്, മൂവിങ് എനർജി എന്ന രീതിയിലാണ്. അതായത് നമ്മൾ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയപ്പെടുന്ന ഊർജ്ജം കൊണ്ടായിരിക്കണം എന്ന് പാപ്പ നമ്മൾ ഓർപ്പെടുത്തുക. ഇനി അവസാനം പറയുന്ന 2 വാക്യങ്ങൾ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 വാക്യങ്ങളാണ്. ആ വാക്യം, 5-ാമത്തെ കന്യക പറയുന്ന ഒരു കാര്യം ഇതാണ്: ദരിദ്രരെ സഹായിക്കേണ്ടത് നീതിയുടെ വിഷയമാണ്. അപ്പൊ വളരെ പ്രാധാന്യത്തോടെ ദരിദ്രരെ സഹായിക്കേണ്ടത് നീതിയുടെ വിഷയമാണ്. ഇനിത് പറയുമ്പോഴത്തേക്ക് നമ്മള് ഫ്രാൻസിസ് പാപ്പയുടെ അവസാനത്തെ ചാക്രികയിലായിരുന്നു ദിലെക്സിക് നോസ്. ദിലെക്സിക് നോസ് എന്നതിന്റെ അർത്ഥം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന തിരുഹൃദയ ഭക്തിയെ കുറിച്ചായിരുന്നു ആ ചാക്രികലേഖനം. അതിന്റെ ഒരു കണക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് ലിയോ പാപ്പ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പോസ്തോലിക പ്രബോധനം, അപ്പോസ്തോലിക് എക്സോർട്ടേഷൻ പുറത്തിറക്കിയത്. അതിന്റെ പേര് ദിലെസിക് തേ എന്നാണ്. ദിലെസിക് നോസിന്റെ തുടർച്ചയാണ് ദിലെസിക് തേ. ദിലെസിക് തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ലവ്ഡ് യു, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നാണ് ആ വാക്യം. ഈ അപ്പോസ്തോലിക് എക്സോർട്ടേഷന്റെ ആദ്യത്തെ ആ വരി ആരംഭിക്കുന്ന തരത്തില് ഈ ഐ ഹാവ് ലവ്ഡ് യു എന്ന് പറയപ്പെടുന്ന വരി എടുത്തിരിക്കുന്നത് വെളിപാട് 3:9 നിന്നുമാണ്. ഐ ഹാവ് ലവ്ഡ് യു ദിലെസിക് തേ. ഇതിനകത്ത് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ വിശുദ്ധരുടെ ജീവിതത്തിനകത്തെ കാരുണ്യ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. സഭാപിതാക്കന്മാർ പഠിപ്പിച്ച കാരുണ്യ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ 77-ാമത്തെ കണ്ണികയിലേക്ക് എത്തുമ്പോഴത്തേക്ക് മദർ തെരേസയുടെയൊക്കെ കാരുണ്യ പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ അഗസ്തീനോസിന്റെ, ഡൊമിനിക് ഗുസ്മാന്റെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ പറഞ്ഞ കാര്യം. 43-ാമത്തെ കണ്ണി എത്തുമ്പോൾ അഗസ്തീനോസിന്റെ ഈ സഭാപിതാക്കന്മാരും പഠിപ്പിച്ച കാരുണ്യ പ്രവൃത്തി അല്ലെങ്കിൽ ദരിദ്രരോട് ഇടപെടേണ്ടതിനെ കുറിച്ച് പഠിപ്പിച്ചതിന് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഫ്രം ദ ബിഷപ്പ് ഓഫ് മിലാനിലെ ബിഷപ്പായിരുന്നു നമ്മുടെ ഈ അംബ്രോസ്. അപ്പൊ ഈ അഗസ്റ്റിന്റെ സ്പിരിച്വൽ ഗൈഡായിരുന്ന സെയിന്റ് അംബ്രോസ് ഇങ്ങനെ പാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഉരുത്തിരിയുന്നൊരു വരിയാണ്. ആ വരി ഇങ്ങനെയാണ്: What you give to the poor is not your property, but theirs. Why have you appropriated what was given for common use? അതായത് നിങ്ങൾ പാവങ്ങളെ സഹായിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വത്തല്ല, അത് അവരുടെ സ്വത്താണ്. അത് അവരുടെ പൊതുവായ ഉപയോഗത്തിന് വേണ്ടി നിന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നതാണ്. നീ കൊടുക്കുക, നീ ഏതാണ്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടെയൊക്കെ പറയുന്നത് നീതിയുടെ, ഈ നീതിയെ കുറിച്ച് മെസ്സേജിൽ ലിയോ പാപ്പ പറയുമ്പോൾ ഇതിനകത്ത് ഈ അപ്പോസ്തോലിക് എക്സോർട്ടേഷനിൽ ഇത് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നിന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നത് നീ വിചാരിക്കുന്നത് നിന്റെ പ്രോപ്പർട്ടിയാണ്. അല്ല, നിന്റെ പ്രോപ്പർട്ടി അല്ലത്. കത്തോലിക്ക സഭയോട് അഗസ്തീനോസ് എന്ന് പറയപ്പെടുന്ന ഈ സഭാപിതാവിലൂടെ അല്ലെങ്കിൽ ഇത് എഴുതി വെക്കുന്നതിലൂടെ, ഈ അപ്പോസ്തോലിക് എക്സോർട്ടേഷനിലൂടെ ലിയോ പാപ്പ നമ്മളോട് പറയുകയാണ്, കത്തോലിക്ക സഭയ്ക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കയ്യിൽ ഒരു വലിയ സമ്പാദ്യമുണ്ട്. അത് സഭയുടെ സമ്പാദ്യം അല്ല, അത് പാവപ്പെട്ടവരുടെ സമ്പാദ്യം സഭയുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. അവരെ സഹായിക്കാൻ വേണ്ടി അതെടുത്ത് ഉപയോഗിക്കുക. ഓരോ വ്യക്തിയോട് തന്നെ പറയുന്നു, ഓരോ കുടുംബത്തോടും, ഓരോ ധനികനോടും, ഒരു വലിയ ബിസിനസ്സുകാരനോടും, ആരുടെ നമ്മൾ സാധാരണ മനുഷ്യനെ നമ്മൾ ഓരോരുത്തരോടും ഈശോ പറയുകയാണ് ഈ സഭാപിതാവിലൂടെ, നിന്റെ കയ്യിൽ ഇരിക്കുന്ന സമ്പാദ്യം നീ അവർക്ക് കൊടുക്കാനായിട്ട്, അവർക്ക് ദാനധർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നീ വിചാരിക്കുന്നത് നിന്റെ സമ്പാദ്യമാണ്. അല്ല, അത് അവന്റെ സമ്പാദ്യം നിന്റെ കയ്യിൽ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം എന്നാണ്. ഈ ദരിദ്രരെ സഹായിക്കേണ്ടത് നീതിയുടെ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു വസ്തുത, ഇന്നത്തെ വായനാ ഭാഗങ്ങളിൽ ദിയസ് ഇറേ എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയുടെ ഒക്കെ പറയുന്നുണ്ട്, കർത്താവിന്റെ പ്രതികാര ദിനം, റാത്ത് ഓഫ് ഗോഡ്, ഡേ ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നാണ് 1-ാം വായന. വളരെ ചെറിയ 2 വാക്യങ്ങളേ ഉള്ളൂ, 2 വാക്യങ്ങൾ തികച്ചില്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളെയും ദുഷ്ടന്മാരെയും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖകളും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. നീതിയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കും. അല്ലാതെ അഹങ്കാരവും ദുഷ്ടതയും കാണിച്ച് ജീവിക്കുന്നവനൊക്കെ ചൂള പോലെ കത്തുന്ന ദിയസ് ഇറേ, കർത്താവിന്റെ പ്രതികാരത്തിന്റെ ദിനം, അതിനകത്ത് പെട്ടുപോകും
ഒന്ന് ഓർപ്പിക്കുക. ഇപ്പൊ കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നതിന് ഇപ്പൊ രണ്ടാം വായന അങ്ങനെ തന്നെയാണ്. രണ്ടാം വായനയിൽ ഇപ്പൊ ഇത് ആദ്യത്തേത് അനീതി കൊണ്ടുണ്ടാക്കി വെച്ച ദാരിദ്ര്യത്തെ മറികടക്കാൻ നീ ശ്രമിക്കുന്നുണ്ടോ. രണ്ടാം വായന 2 തെസ്സലോനിയക്കാർക്ക് എഴുതിയത് അതിന് അലസതയെ കുറിച്ച് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ കുറിച്ചാണ് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അലസത കൊണ്ട് ദരിദ്രനായി പോയവരും ഉണ്ട്. അതിനെ മറികടക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യ വരി മാത്രം നമുക്ക് വായിക്കാം. ലൂക്കാ സുവിശേഷം 21:5-19 വാക്യങ്ങൾ. 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അക്കാലത്ത് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടാവുന്ന സമയം വരുന്നു. ദേവാലയത്തിന്റെ മോടി വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെ പ്രൗഢി പറയുമ്പോൾ ആഡംബരം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ദേവാലയത്തെ സൂചിപ്പിക്കുന്നു. അതിന്റെ പരിസരത്ത് ദരിദ്രരായ മനുഷ്യരെ ചുറ്റി നിൽക്കുന്നു. ഇത് ഇന്ന് നടക്കുന്ന കാര്യമാണ്. അപ്പൊ 3 വായനകളിലൂടെ നമ്മൾ ഒന്നാമത്തെ വായന പറയുന്നത് അനീതിയിലൂടെ അനേകര് ദരിദ്രരായി പോയിട്ടുണ്ട്. 2 ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, അലസതയിലൂടെ ദരിദ്രരായി പോയവരും ഉണ്ട്. 3 സുവിശേഷം പറയുന്നതാണ് ആഡംബരത്തിലൂടെ അലസരായി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ പെട്ടുപോയവരും ഉണ്ട്. ഒരു കൂട്ടർ ആഡംബരം കാണിക്കുന്നതിന്റെ പേരിൽ മറ്റു കുറെ പേര് ദരിദ്രരായി പോയതിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഈ അപ്പോസ്തോലിക് എക്സോർട്ടേഷനിൽ ഈ പറയുന്നുണ്ട്, അപ്പോസ്തോലിക് എക്സോർട്ടേഷൻ ഓൺ ലവ് ഫോർ ദ പുവർ എന്നാണ് പറയുന്നത്. ദരിദ്രരോടുള്ള സ്നേഹത്തിന് സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന അപ്പോസ്തോലിക് എക്സോർട്ടേഷൻ ആണിത്. ഇത് തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ടും ഈ ഫ്രാൻസിസ് പാപ്പായുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ലിയോ പാപ്പയെ തുടങ്ങിയത്. പറയുന്നുണ്ട്, ഈ പാപ്പായെ എലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എലക്ഷൻ, പോപ്പ് ഫ്രാൻസിസ് എക്സ്പ്ലെയിൻസ് ഹിസ് ചോയ്സ് ഓഫ് ദാറ്റ് നെയിം related how after his selection a cardinal friend of his embraced him, kissed him and told him, do not forget the poor. നമ്മൾ കേട്ടുള്ള സംഭവമായത്. അതായത് ഈ ഫ്രാൻസിസ് പാപ്പ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോൺക്ലേവിന് അടുത്തിരുന്ന കാർഡിനൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പാവപ്പെട്ടവരെ മറക്കല്ലേ. ഇതാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അവസാന കാലഘട്ടം വരെ ചെയ്തിരുന്നതും ഈ ദിനാചരണം പ്രഖ്യാപിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചതുമൊക്കെ. പിന്നെ ഇങ്ങനെ 6ാമത്തെ ഖണ്ഡികയിൽ ലിയോ പാപ്പ ഈ സംഭവം എടുത്ത് എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. ഈ എ ഫ്യൂ എസെൻഷ്യൽ വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 1ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. അതും കൂടെ ഒന്ന് പറയും, നമ്മൾ ഈ ചിന്തകൾ അവസാനിപ്പിക്കുക. പറയുന്നൊരു കാര്യമുണ്ട്, ഈ അവിടെ പറയുന്ന സംഭവം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ സംഭവം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈശോയുടെ പാദം ഒരു പരിമള തൈലം കൊണ്ട് ഒരു സ്ത്രീ പൂശുമ്പോഴത്തേക്ക് യൂദാസ് ഒരു കമന്റ് പറയുന്നുണ്ട്. യൂദാസ് പറയുന്നത്, ഇത് 300 ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടായിരുന്നോ, പാവപ്പെട്ടവനെ സഹായിച്ചുകൂടായിരുന്നോ എന്ന് ഒരു കംപ്ലൈന്റ് പറയുക. അപ്പൊ ഇത് ഇവിടെ വ്യക്തമായിട്ടും മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്, ഇത് അവൻ കള്ളനായിരുന്നുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നുകൊണ്ട് അവരകത്ത് കൈയിട്ട് വരുന്നുകൊണ്ടായിരുന്നു അവനിത് പറഞ്ഞത്, അല്ലാതെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, യു ഓൾവേസ് ഹാവ് ദ പുവർ വിത്ത് യു ബട്ട് യു വിൽ നോട്ട് ഓൾവേസ് ഹാവ് മീ. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കത്തില്ലല്ലോ. ഈ വാക്യത്തിനൊരു അർത്ഥമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ല, പക്ഷെ ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഈശോ പറയുമ്പോൾ അതിനർത്ഥം ദരിദ്രരിലൂടെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം. അടുത്ത ഖണ്ഡികയിൽ 5ാമത്തെ ഖണ്ഡികയിൽ അത് പറയുന്നത് ഇങ്ങനെയാണ്. 26-ാം വാക്യം നമ്മൾ ഓർത്തോണം, മത്തായി 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് ഈ കാരുണ്യ പ്രതി വിശന്നു ദാഹിച്ചു കുടിക്കാൻ തന്നു ഭക്ഷിക്കാൻ തന്നു പറയുന്ന ഭാഗം വരുന്നത്. 26-ാം അധ്യായത്തിന്റെ സംഭവമാണിത്. പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ദ പുവർ വിൽ ഓൾവേസ് ഹാവ് വിത്ത് യു ഓൾസോ പ്രോമിസ് ദ ഡിസൈബിൾ ഐ ആം വിത്ത് യു ഓൾവേസ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന് 28-ാം വാക്യത്തിലോട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്. 26-ാം അധ്യായത്തിൽ ഈശോ പറയാണ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല, പക്ഷെ ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് 28-ാം വാക്യത്തും ഈശോ പറയുകയാണ്, ഐ ആം വിത്ത് യു ഓൾവേസ്, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ആരിലൂടെ? ഈ ദരിദ്രരിലൂടെ. അത് വ്യക്തമായിട്ട് ഈശോ പറയുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ അവരെ കാണുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ എന്നെ തന്നെയാണ് സഹായിക്കുന്നതെന്ന് പറയുന്നതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വചനഭാഗങ്ങളായിട്ട് കൂടി നമുക്ക് ഇതിനെ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പ്രബോധനത്തിലൂടെയൊക്കെ സഭ നമ്മളോട് ആഹ്വാനിക്കുന്ന ഒരു വസ്തുത
നമ്മുടെ ഈ മെസ്സേജിലെ 6ാമത്തെ ഖണ്ഡിക പറഞ്ഞില്ല, 6ാമത്തെ ഖണ്ഡിക ലാസ്റ്റ് ഖണ്ഡികയിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ദരിദ്രരെ ആത്മീയ പരിപാലനത്തിന്റെ വിഷയമായി മാത്രം നിങ്ങൾ കാണരുത്. നമ്മളുടെ ആത്മാവിന്റെ പരിപാലനത്തിന് വേണ്ടി കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള ഒരു സബ്ജക്റ്റ്, ഒരു വിഷയമായിട്ട് നമ്മൾ അവരെ കാണാൻ പാടില്ല. അങ്ങനെയല്ല അവരെ കാണേണ്ടത്. മറിച്ച് സുവിശേഷം കൂടുതൽ പൂർണ്ണമായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന സഹോദരന്മാരെ അവരെ കാണുക എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഈ കാരുണ്യപ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്ന നമുക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമാണ്. നമ്മളിങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പുണ്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വസ്തു, അതാണ് ഈ മനുഷ്യൻ, ഈ ദരിദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അവനോട് നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ എന്റെ ആത്മാവിന് കുറച്ചുകൂടെ മേന്മയുണ്ടാകുന്നു. ഇങ്ങനെ കാണരുത് എന്നാണ് പാപ്പ പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മറിച്ച് സുവിശേഷം കൂടുതൽ പരിപൂർണമായി ജീവിക്കാൻ, അതായത് എല്ലാവരും ഒരുമിച്ച് ആ സുവിശേഷം ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന സഹോദരന്മാരായിട്ട് അവരെ കാണുക, നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് അവരെ കാണുക. ഇങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവണം. ദരിദ്രരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു ദിവസം സഭ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരു മെസ്സേജിൽ പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് നമ്മുടെ നീതിബോധം ഉണരണം, അതിനകത്ത് അവരെ സഹായിക്കേണ്ടത്. 2, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാവണം. ഇത് അവരെ മേക്ക് യൂസ് ചെയ്യല്ല, അവരെ നമ്മൾ സഹായിക്കുക, അവരെ സഹോദരന്മാരെ കണ്ട് നമ്മളുടെ സുവിശേഷം ജീവിക്കുന്നതിനുള്ള സഹായമായിട്ടുള്ള കാര്യമായിട്ട് അവരെ കാണണം എന്ന് ഉറപ്പിക്കുക. എന്താണെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കുറെ കൂടി ഈ പാവങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ സഹായിക്കുന്നതിനും അവരോട് സ്നേഹം പുലർത്തുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ അതൊരു മെറ്റീരിയൽ പോവർട്ടി എന്ന് മാത്രമല്ല, ഇതിനകത്ത് സ്നേഹത്തിനുള്ള ദാരിദ്ര്യമുണ്ട്, പരിഗണനയ്ക്കുള്ള ദാരിദ്ര്യമുണ്ട്. അപ്പൊ അങ്ങനെ പലതരം ദാരിദ്ര്യങ്ങളുണ്ട്. അതിനെല്ലാം അങ്ങനെ പല ദാരിദ്ര്യത്തിലായിരിക്കുന്നവരെയും നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടിയാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗം. നമുക്ക് ഇന്നത്തെ ഈ ദിനാചരണം, ദരിദ്രർക്ക് വേണ്ടിയുള്ള ദിനാചരണം നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട ബോധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ ദരിദ്രനായിരുന്നു. താൻ സമ്പന്നനായിരിക്കെ ശൂന്യവൽക്കരിച്ച് സമ്പൂർണ്ണ ദരിദ്രനായി മാറിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഈശോയാണ് നമുക്ക് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും പിന്നെ കല്ലറയിലും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഒന്നും സ്വന്തമായില്ലായിരുന്ന, എല്ലാം വാടകയ്ക്കെടുത്ത് ജീവിച്ച ഒരാള് കുറച്ച് ദിവസത്തേക്ക് ആ പുൽക്കൂട്, ഈ കാലിത്തൊഴുത്ത് വാടകയ്ക്കെടുത്ത് തലചായ്ക്കാൻ ഇടമില്ലെന്ന് ഉറക്കെ പറയുന്നുണ്ട്. അവസാനം മരിച്ചു കഴിയുമ്പോൾ അടക്കാനും ഒരു 3 ദിവസത്തെ ആവശ്യമുള്ളൂ, 3 ദിവസം തികച്ച് വേണ്ട. ഒരു കല്ലറ അരുവത്യക്കാരൻ ജോസഫിൽ നിന്നും ഒരു കല്ലറ വാടകയ്ക്ക് എടുക്കുന്നു. പിന്നെ ഇങ്ങനെ ഒന്നും സ്വന്തമാക്കാതെ ദരിദ്രനായി ജീവിച്ച് ഈശോയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് സമ്പൂർണ്ണ ഇങ്ങനെ അതിദാരിദ്ര്യമില്ലാത്ത മനുഷ്യര് വസിക്കുന്ന ഇടമാണ് കേരളം എന്നൊക്കെ ഉള്ള ഒരു പ്രഖ്യാപനം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിരിക്കുന്നത്. എന്താ എൻ്റെ അർത്ഥമൊന്നും പിടി കിട്ടുന്നില്ല. അതിദാരിദ്ര്യം എന്ന് പറയുന്നൊരു കാര്യം, നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് കൂരയില്ലാത്തവനെയും ഒരു നേരത്ത് പോലും ഭക്ഷണം ഇല്ലാത്തവരെയും ഒന്നും ഇവർ കണ്ണു തുറന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം. ആ പ്രഖ്യാപനം പ്രഖ്യാപിക്കാൻ വേണ്ടി കോടികളുടെ ചെലവ്, ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത് നമ്മൾ ഇന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, ആര് ചെയ്താലും അത് കുറ്റം തന്നെ, ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. നമ്മൾ ഓർക്കണം. കുറെ കൂടി കരുണയുടെ പക്ഷത്തായിരിക്കാനായിട്ട് നമ്മൾ ഈ 1ാം വായനയിൽ പറയുന്ന അനീതിയാണെങ്കിലും, 2ാം വായനയിൽ അലസതയാണെങ്കിലും, 3ാം വായനയിൽ പറയുന്ന ആഡംബരം കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെയൊക്കെ സഭയിൽ, തിരുസഭയ്ക്കകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്യൂട്ടിഫിക്കേഷൻ. കുറെ നമ്മൾ കെട്ടിടങ്ങൾ കെട്ടുന്നതിനും അല്ലെങ്കിൽ അതിന്റെ ഗാർഡൻ ഉണ്ടാക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടവകയിൽ, രൂപതയിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ ജില്ലയിലൊക്കെ ആയിട്ട് എന്തോരം പട്ടിണിപ്പാവങ്ങൾ വീടില്ലാതെയും ഭക്ഷണമില്ലാതെയും ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു കളയുന്നു എന്നുള്ളതാണ് ഈ ദിവസം നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, ഈ ദിവസമല്ല, ഈ ദിവസത്തിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ എന്ന ബോധ്യത്തിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ തുണയ്ക്കട്ടെ.